ഹോട്ടൽ വ്യവസായി NMR റസാഖിനെ പാലക്കാട് LDF സ്ഥാനാർത്ഥിയാക്കാൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റിന് ശുപാർശ. തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കും. റസാഖിനെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഗോകുലിയസ് വിശദാംശങ്ങൾ. ആദ്യം പ്രതികരണത്തിലേക്ക് റസാഖിന്റെ. ചർച്ചകൾ കഴിഞ്ഞു. പാലക്കാട് ചർച്ചകൾ കഴിഞ്ഞു എന്ന് പറയാറായില്ല. ചർച്ചയ്ക്ക് വിളിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ നിന്ന് വിളിച്ചപ്പോൾ വന്നതാണ്. 2-3 പേരെ അവർ പരിഗണിക്കുന്നുണ്ട്. അതിലൊരു സ്ഥാനം നമുക്കും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി വലിയ പാർട്ടിയുടെ കമ്മിറ്റികളിൽ വെച്ച് തീരുമാനിച്ചിട്ട് അറിയിക്കുന്നതായിരിക്കും പറഞ്ഞത്. മേൽ കമ്മിറ്റികളിലേക്ക് കൂടി കൊടുക്കണമല്ലോ, അതൊക്കെ കൊടുത്തിട്ട് ഞാൻ സമ്മതം എന്നല്ല 1-2 കാര്യങ്ങൾ നമ്മൾ അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പാർട്ടി അന്തിമ തീരുമാനങ്ങൾ എടുക്കും. മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ സ്വതന്ത്രനായിരിക്കും. അതിലേക്ക് എത്തിയിട്ടില്ല, അത്രയ്ക്ക് ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല ചർച്ചയ്ക്ക്. കാരണം അവർ ഒരുപാട് പേരെ പരിഗണിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അത് എനിക്ക് അറിയില്ല. ഒരുപക്ഷെ എൻ്റെ ഡ്രസ്സ് എപ്പോഴും ഞാൻ വെള്ളയും ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ചിത്രം വന്നതായിരിക്കും. എല്ലാവരുമായിട്ട് നല്ല ബന്ധം, എല്ലാവരുമായിട്ട്. കാരണം ഇപ്പോൾ നമ്മളൊരു കച്ചവടക്കാരനാണ്, നിങ്ങൾക്കറിയാം എൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത്. ഞാൻ അങ്ങനെ ഒരു കച്ചവടത്തിൽ വളർന്നു വന്നതുകൊണ്ട് എനിക്ക് എല്ലാവരുമായിട്ട് ബന്ധങ്ങൾ. എൻ്റെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരുമായിട്ടുള്ള ബന്ധം വളരെ സൗഹാർദ്ദമായി ബന്ധമുണ്ട്. എല്ലാ പാർട്ടികളുടെയും ഈ ഇടതുപക്ഷത്തിൻ്റെയും പിന്നെ ഐക്യമുന്നണിയുടെയും BJPയുമായിട്ടുള്ള എല്ലാ നേതാക്കളുമായിട്ട് നല്ല ബന്ധങ്ങൾ, അവർ അണികളുമായിട്ട്. ഇവരൊക്കെയാണല്ലോ എന്നെ വളർത്തിയത് പാലക്കാട്. അങ്ങനെ ഒരു രാഷ്ട്രീയം നോക്കിയിട്ട് ആയിരിക്കില്ലല്ലോ ആ ബന്ധങ്ങളൊന്നും. ആ ബന്ധങ്ങളിൽ അവിടെ നമ്മൾ രാഷ്ട്രീയം ഞാനിപ്പോൾ ഇവരാരെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോവുകയും നിൽക്കുമെന്ന് ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നുമില്ലല്ലോ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയും. ഞാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഉണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരു വേദി, ഒരുപക്ഷെ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾക്ക്, ഞങ്ങളുടെ സംഘടനയിൽ നിന്നുള്ള ഒരാൾ അധികാര സ്ഥാനത്ത് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടുന്നൊരു ഗുണമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി അടക്കമായിരുന്നു ഈ കൈച്ചാറയുമായി ബന്ധപ്പെട്ട അഹമ്മദ് തേവർക്കൊവിൽ. അദ്ദേഹം ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുന്നേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കിട്ടി. ഇനിയുള്ള ഇതിലൊക്കെ അങ്ങനത്തെ ഒരു വേദി നിയമസഭയിലൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഗ്യാസുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് CMO ആയിട്ട് ഞങ്ങളുടെ നേതാക്കൾ അവിടെ ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതുകൊണ്ട് എത്രയുണ്ട് ഫലപ്രാപ്തി എത്തുന്നറിയില്ല. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. കുട്ടിക്കാലത്ത് SFI പ്രവർത്തകനായിരുന്നു. ഇതായിരുന്നു നാം പഠിച്ച സ്കൂൾ. ഈ സ്കൂളിൽ തന്നെയാണ് PMG ആയിരുന്നു. അന്ന് ഇവിടെ ഓടിട്ട ഒരു ചെറിയ ബിൽഡിംഗ് കുഞ്ഞിരാമ സ്മാരകമായിരുന്നു. അതിലൊക്കെയായിരുന്നു നമ്മുടെ SFIൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത്. പാലക്കാട് എന്തുകൊണ്ട് NMR റസാഖ്? LDFന് അതിനെന്ത് മറുപടിയാവും ഉണ്ടാവുക? ഗോകുൽ, NMR റസാഖിനെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഇക്കാര്യത്തിലൊരു തീരുമാനമൊക്കെ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് NMR റസാഖ്? പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് NMR റസാഖിനെ വിളിച്ചു വരുത്തി ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹം പോവുകയാണ്. ഏകദേശം NMR റസാഖ് തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ളതും ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം അതിനെക്കുറിച്ചും മണ്ഡലത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. നാളെ ഒരുപക്ഷെ പ്രഖ്യാപനവും ഔദ്യോഗികമായി തന്നെ ഉണ്ടാകും. അതിനുശേഷം പ്രചരണങ്ങളും സജീവമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ സ്വാഭാവികമായും ഇവിടെ ഇടതുപക്ഷം 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. LDFന് കാര്യമായ പ്രതീക്ഷകൾ ഇല്ലാത്തൊരു മണ്ഡലമാണ്. അപ്പോൾ ഇവിടെയാണ് NMR റസാഖിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത്. പുറത്തേക്ക് വിജയപ്രതീക്ഷയൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിലും ഒരു ശക്തനായ സ്ഥാനാർത്ഥി വന്നാൽ ഒരുപക്ഷെ അത് BJPയുടെ ഗുണം ചെയ്യാനുള്ള ഒരു സാധ്യതകളൊക്കെ തന്നെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പാലക്കാട് നഗരത്തിൽ ഒരു സജീവമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സജീവമായിട്ടുള്ള NMR റസാഖിനെ പാലക്കാട് പ്ലേസ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഇവിടെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായും പാലക്കാട് ജില്ലയ്ക്ക് അകത്തുള്ള ബന്ധങ്ങളുണ്ട്. അതേസമയം തന്നെ ഒരുപക്ഷെ പരാജയമാണെങ്കിൽ കൂടി BJPക്ക് ഒരു വിജയം ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഹോട്ടൽ വ്യവസായിയായ NMR റസാഖിനെ പാലക്കാട് LDF സ്ഥാനാർത്ഥിയാക്കാനാണ് സാധ്യത. അത് ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. വിശദാംശങ്ങൾ നൽകിയത് ഗോകുൽ VS ആണ്.